ഇന്ത്യൻ സാഹിത്യ സാമൂഹിക രംഗത്ത് ശക്തമായ ശബ്ദമാണ് ശ്രീ അരുന്ധതി റോയുടേത്. ഏത് രംഗത്തായാലും തൻ്റെതായ അഭിപ്രായങ്ങളിലൂടെ വേറിട്ട ശബ്ദമായി മാറിയ അരുന്ധതി റോയുടെ ആദ്യ നോവലാണ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. 1997 ഇതിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. മലയാളത്തിന്റെ പ്രിയ കഥാകാരി പ്രിയ AS ആണ് ഇത് മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത്. 2011 DC ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആരും അറിയാതെ എവിടെയൊക്കെയോ നടന്ന, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞു ജീവിതങ്ങളുടെ, സങ്കടങ്ങളുടെ കഥയാണ് കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ. കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമത്തെ കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. കോട്ടയം ജില്ലയിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇതിലെ സംഭാഷണ ഭാഷയായി എഴുത്തുകാരി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു വിവർത്തന കൃതി തന്നെയാണോ എന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത്രത്തോളം മാസ്മരികതയാണ് ഇതിൻ്റെ മൊഴിമാറ്റത്തിനും ഇതിലെ സംഭാഷണ ശൈലികൾക്കും. റാഹേലിൻ്റെയും എസ്തയുടെയും കുഞ്ഞുകാര്യങ്ങളിലെ തമ്പുരാനായ വെളുത്ത പിന്നീട് എപ്പോഴോ അവരുടെ അമ്മയായ അമ്മുവിൻ്റെ തമ്പുരാനായി മാറുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ഐമനം പുഴയും പ്രകൃതിയും റബ്ബറുകളും റബ്ബർ കാടുകളും പുൽപൊന്തകളും മീനുകളും ആകാശങ്ങളും കഥാപാത്രങ്ങളായി വരുന്ന രചനാ മാന്ത്രികത. മലയാളത്തിന്റെ മണ്ണിൽ നിന്ന് വിശ്വസാഹിത്യത്തിന്റെ നെറുകയിലെത്തിയ സങ്കടങ്ങളുടെ വൈവിധ്യങ്ങളുടെ കഥ. അതാണ് കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ. ഞങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ആദ്യത്തെ എഡിഷനിൽ തന്നെ 25,000 കോപ്പികൾ പുറത്തിറങ്ങിയ പുസ്തകം. സദാചാരത്തിന്റെ വഴിയെ നാം നടക്കുമ്പോഴും കള്ളസദാചാരത്തിന്റെ പിന്നാമ്പുറങ്ങൾ നമുക്കിടയിൽ തലയുറച്ചു നിൽക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. ഇതിലെ പല സന്ദർഭങ്ങളും പല കാര്യങ്ങളും എഴുത്തുകാരിക്ക് എഴുതാതെ വയ്യ. അതുകൊണ്ട് ഈ കൃതി നാം മുന്നോട്ടും പിന്നോട്ടും വായിക്കണം. ദേശീയതയുടെയും ജാതി മതഭേദങ്ങളുടെയും ആവരണങ്ങളെ പൊളിച്ചു നീക്കിക്കൊണ്ട് മാനവികതയുടെ നഗ്നമേനിയെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന പുസ്തകം. അതാണ് കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ. ഇനിയും വായിക്കാത്തവർ വേഗം വായിക്കുമല്ലോ. അടുത്തത് മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി ഞാൻ വീണ്ടും വരും. നന്ദി, നമസ്കാരം.